പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിമുക്തി അഡാർട്ട് ക്ലബ്ബുകളുടെ വാർഷികാഘോഷം നടന്നു. വിമുക്തി മിഷൻ ജില്ലാ മാനേജറും കോട്ടയം ജില്ലാ അസിസ്റ്റന്റ് എക്സൈസ് കൗൺസിലറുമായ MK പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ നമ്മുടെ നോസ്ട്രൽ അല്ലെങ്കിൽ വായിൽ കൂടെ മൗത്തിൽ കൂടെ നമ്മളത് പുക എടുത്തു കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫയറിങ്സ് ലാരിങ്സ് അങ്ങനെ പോയി ട്രാക്കിയ ബ്രോങ്കിയോൾസ് എന്ന് പറഞ്ഞ് ഏറ്റവും അവസാനം ആൽവിയോളയിൽ എത്തിച്ചേരുന്നത്. നിങ്ങൾക്കെല്ലാം നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തെക്കുറിച്ച്. ഏറ്റവും അവസാനം ഈ പുക ചെന്ന് ചേരുന്നത് നമ്മുടെ ലങ്സിലാണ്. ആ ലങ്സ് എന്താ ചെയ്യുന്നത്? ആ ലങ്സിൽ ആൽവിയോളയിൽ നിറയും ബ്ലഡ് വെസൽസ് ഉണ്ട്. ആ ബ്ലഡ് വെസൽ നിറയും ബ്ലഡ് കണ്ടിന്യൂസ് പാസ് ചെയ്ത് പോവുകയാണ്. അതായത് ആ ബ്ലഡാണ് നമ്മൾ വലിച്ചെടുക്കുന്ന ഓക്സിജൻ ഉണ്ട്. പുക വലിക്കുന്ന ഒരാളാണെങ്കിൽ ആ പുകയിലുള്ള നിക്കോട്ടിനുണ്ട്. ആ നിക്കോട്ടിൻ അല്ലെങ്കിൽ ഓക്സിജൻ അബ്സോർബ് ചെയ്ത് ഈച്ച് ആൻഡ് എവരി സെല്ലിലേക്ക് നമ്മുടെ ശരീരത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോടിക്കണക്കിന് സെല്ലുകൾ കൊണ്ടാണ്. ആ സെല്ലിൽ മെറ്റബോളിസം നടക്കുന്നതിന് വേണ്ടിയിട്ട് ഓക്സിജൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ ഈ നിക്കോട്ടിനും ഇതിൻ്റെ കൂടെ തന്നെ എവിടെ ചെല്ലും? നമ്മുടെ ഈച്ച് ആൻഡ് എവരി സെല്ലിൽ എത്തിച്ചേരും. പിന്നെന്താ പ്രശ്നം? നമ്മുടെ സാധാരണമായ ഫുഡ് മെറ്റീരിയൽസ് ആണെങ്കിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള വേസ്റ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ കൂടെ നമുക്കറിയാം പുറത്തേക്ക് പുറന്തള്ളും. പക്ഷേ ഈ സാധനം നിക്കോട്ടിന് എന്ത് സംഭവിക്കില്ല? പുറത്തേക്ക് പുറന്തള്ളി പോകില്ല. സ്കൂൾ ഹെഡ്മാസ്റ്റർ ഫാദർ റെജി തെങ്ങുംപള്ളി സ്വാഗതം ആശംസിച്ചു. 2025-26 പ്രവർത്തന വർഷത്തെ അഡാർട്ട് വിമുക്തി ക്ലബ്ബുകളുടെ റിപ്പോർട്ട് കോർഡിനേറ്റർ ഫെനിക്സ് ഫ്രാൻസിസ് അവതരിപ്പിച്ചു. പാല മുനിസിപ്പൽ കൗൺസിലർ ലീന സണ്ണി അധ്യക്ഷത വഹിച്ചു. പാല മുനിസിപ്പാലിറ്റി എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി ബൈജു മുഖ്യപ്രഭാഷണം നടത്തി. ലഹരി ഉപയോഗം കുട്ടികളിലും സമൂഹത്തിലും സൃഷ്ടിക്കുന്ന വലിയ പ്രശ്നങ്ങളെക്കുറിച്ച് വിശിഷ്ട അതിഥികൾ സംസാരിച്ചു. സമ്മേളനത്തിൽ കുട്ടികൾ തയ്യാറാക്കിയ ചിറക് എന്ന കയ്യെഴുത്തു മാസിക പ്രകാശനം ചെയ്തു. മാസ്റ്റർ എമ്മാനുവൽ ഷീന ആലപിച്ച റാപ്പ് സോങ് സമ്മേളനത്തിന് മിഴിവേകി. തുടർന്ന് സമ്മാനദാനവും നടന്നു. അഡാർട്ട് വിമുക്തി ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട വിവിധ മത്സരങ്ങളുടെ സമ്മാനങ്ങളും വിതരണം ചെയ്തു. എൻസ്റ്റൺ പ്രിൻസ് നന്ദി പ്രകാശിപ്പിച്ചു. അധ്യാപക കോർഡിനേറ്റർ ഫെനിക്സ് ഫ്രാൻസിസ് പരിപാടികൾക്ക് നേതൃത്വം നൽകി.